രാജഭരണം കിട്ടിയപ്പോഴത്തേന് സുഗ്രീവൻ ഇതെല്ലാം മറന്നു പോകുന്നു. അതിനകത്ത് എല്ലാം മറന്നു പോകുന്നു. അപ്പൊ ആ മറന്നു പോകുന്നത് നമുക്കും സംഭവിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തു ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം കിട്ടുമ്പം അപ്പൊ നമ്മൾ പറയും കഴിഞ്ഞ ആഴ്ചയിലെ പോലെ ഈ പുസ്തകം തന്നെ നിന്നെ കാണിച്ചു പ്രാവശ്യം തന്നെയാണ്. അപ്പം അവസാനം സുഗ്രീവനെ ഓർമ്മിപ്പിക്കും എല്ലാവരും. എവിടെ പോന്നു? അപ്പൊ സുഗ്രീവനെ എല്ലാവരും ഓർമ്മിപ്പിക്കും. അങ്ങനെ സുഗ്രീവന് ഒരു ചെറിയൊരു സങ്കോചം വരും, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. പിന്നെ പോയ എത്ര പേരാണ് പോയത്? എത്ര ടീമായിരുന്നു? ഹനുമാൻ, നളൻ, നീലൻ, ഗവയൻ, ഗന്ധമാദനൻ, ശരഭൻ, മൈന്ദവൻ, ഗജൻ, പനസൻ, ബലിമുഖൻ, രതിമുഖൻ, സുഷേണൻ, താരൻ, കേസരി. എത്ര പേര്? 14 പേര് ഇല്ലേ? 14 പേരെന്ന് പറഞ്ഞാൽ 14 ലീഡേഴ്സ് ആണ് വാനരന്മാര്. ആ 14 ലീഡേഴ്സ് ആണ് പോകുന്നത്. അതിനകത്ത് അപ്പം ഹനുമാൻജിയാണ് മെയിൻ ആയിട്ട് തെക്ക് ദിക്കിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ വായിച്ചു തീർത്തത് എവിടെ വരെയാ വായിച്ചത് മാജി? ലക്ഷ്മണന്റെ പുറപ്പാട് അല്ലേ? ലക്ഷ്മണന്റെ പുറപ്പാട് നമ്മൾ കുറച്ചു വായിച്ചു. അത് ഇവിടം വരെ വായിച്ചു. മുക്തിപ്രദൻ, മുനി വൃന്ദ നിഷേവിതൻ. അതെ 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 അതെ. അപ്പം ഇനി അവിടുന്ന് തുടങ്ങണം. അതെ അതെ അതെ. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേന് അപ്പം 20ാമത്തെ ഭാഗത്തിലോട്ട് നമ്മൾ കടക്കും. സ്വയംപ്രഭയുടെ കാര്യം നമ്മൾ പറഞ്ഞു. സ്വയംപ്രഭയ്ക്കും മോക്ഷം കൊടുക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ലക്ഷ്മണന്റെ പുറപ്പാട് വായിക്കാം. ഓക്കെ, സുമാജി തുടങ്ങിക്കോളൂ. സ്വയംപ്രഭാസ്തുതി. സ്വയംപ്രഭാസ്തുതി വരെ 19 ഭാഗമാണ്. അതുവരെ നമുക്ക് വായിക്കണം. ഓക്കെ, സുമാജി മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാണൊലിയിട്ടിതു. മർക്കടൻ മാരവനെ കണ്ടു പേടിച്ചു. ചക്രു കിലുകില ശബ്ദം പരവശാൽ. വപ്രോ പരിപാഞ്ഞും കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു. മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാരങ്ങുമെങ്ങും ദ്രുതം. മർക്കട കൂട്ടത്തെയൊക്കെയൊടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ്ധനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചതും ഭല്ലൂകവൃന്ദം വല്ലാതെയായിതു. ലക്ഷ്മണനാഗതനായതറിഞ്ഞത തൽക്ഷണം അംഗദനോട് വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ യാട്ടിക്കളഞ്ഞതു ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്ലേഷവും ചെയ്തവനോടും ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛ വത്സത്വം പിതൃവിനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാനാൽ അർത്ഥമാം വിളംബിതം വരും. ഉഗ്രനാം അഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേക്ഷനാൽ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ പോരും എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു
ചൊന്നതു കേട്ടൊരു ബാലി തനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ, കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്ന ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി കാപേയ ഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തെല്ലായിലും ഉണ്ടാവരും ദൃഢം. സംഘസ്ഥനായ സുഗ്രീവനതു കേട്ടു മന്ത്രി പ്രവരനാമാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ, അംഗദനോടു കൂടന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരികാം. ശാന്തനായൊരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞേവാം അയച്ചത താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ, താരാധിപാനനെ പോകേണമാശു നീ താരെ മനോഹരി ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്കാം. സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം. ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷാ പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ, എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാൻ അന്തപുരത്തിലമ്മാരെഴുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യൂഥപന്മാർ മരു വീടും മണിമയ സൗധങ്ങളും പുരി ശോഭയും കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശ തുല്യമുഖിയായ മാനിനി താരാ ജഗന്മനോമൂർത്തിനി സുന്ദരി ലക്ഷ്മി സമാനമായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതീതെന്നറിഞ്ഞില്ലയോ. ഭക്തനായത്രയോ മുത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാബല്യമേറുമിജാതികൾ കോർക്കണം. മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശു ഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായ്ക വേണം ദയാനിധി ഭക്തപരായണ. നാനാദി ഗന്ധരം തോറും വരുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടതു. 10 ദിക്കിനും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതും കാണിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചര കുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവി സത്തമന്മാരെല്ലാം. പുത്ര കളത്രമിത്രാൻവിധാനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പദാംബുജം വന്ദിച്ചു കാര്യവുമാശും സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രഭം വിസ്തൃതനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹ്വല തേഷണനാം കവി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോടു ചൊല്ലിനാൻ, നീ രഘു സത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യ പുത്രൻ കരസ്ഥിതാമെന്നു മറിക നീ. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്ന നാഥനരുൾ ചെയ്തു.
ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. ഇത്തമരുൾ ചെയ്തവൻ ചിത്തമരുൾ ചെയ്വതെന്നെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവി സക്തമാനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. രാമകാര്യാർത്ഥം നിർന്നിരിക്കുന്നതു താമസമെന്നിയെ വാനര പുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയമമ്മാറു കണ്ടില്ലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നീ ആഗതന്മാരായ വാനര വീരരെ ഹരേ കൃഷ്ണ ശ്രീരാമകാര്യമശേഷേണ സാധിക്കുമാമയാമെന്നിയെ വാനര നായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ. സുഗ്രീവനർഘ്യപാദ്യാദേന പൂജ ചെയ്തത് അഗ്രഭാഗെ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നെ യോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും വൃക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനെടോ. വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നതുമെടോ. സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുമെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും. തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗദാധൈര്യര അഞ്ജസ വാനര സേനയോടും തഥാ ചാമരശ്വേതാതപത്ര വ്യഞ്ജനവും സാമര സൈന്യാഖണ്ഡാലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതി ആമോദമോടെ നടന്നു കപിവരൻ. ഗഹ്വരധാരി ശിലാതലെ വാഴുന്ന വിക്വലാമാനസം ചീരാജിനധരം ശ്യാമം ജരാമഗൂഢോജ്വലം മാനവം രാമം വിശാല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുദാ കണ്ടു ദൂരാൽ കപിവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടനാൻ വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമ പാതാര വിന്ദാന്തികെ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനര വീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലി ഭവാൻ എന്നെ ഉര ചെയ്തുടനൈക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലാം. ഹരേ രാമ 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 ഹരേ ഹരേ. സീതാന്വേഷണോദ്യോഗം മീരാജി. ഭക്തി പരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണ മാതരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു വീരരിക്കാണായതൊക്കവേ നാനാകുലോജല സംഭവമാരിവർ നാനാ സരീദ്വീപശൈല നിവാസികൾ. പർവ്വത തുല്യ ശരീരികളേവരും മുർവീപദേ കാമരൂപികൾ എത്രയും ഗർഭം കലർന്ന നിശാചരന്മാരോടു ദുർവീര്യമെല്ലാം അടക്കുവൻ പോന്നവർ.
ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെയൊടുക്കുമിവരിനി കേജിൽ ഗജബലന്മാരതിയിലുണ്ടുതാൻ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ടു കേചിതമിത പരാക്രമമുള്ളവർ കേജീൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജീൻ മഹേന്ദ്ര നീലോപല രൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്ധ്ര നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരഥാപതേ ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാവർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കബീബലം മൂലഫല ജല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുല പുങ്കവ ഋഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജ നീശാശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധി പൂണ്ടവൻ മൈന്ദൻ വിവീതനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാദി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണുന്നതെന്തെന്നിവരോടരുൾ ചെയ്തു വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമീത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശു നേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം മൽക്കാര്യ ഗൗരവം നിങ്കലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ നീ ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനര വീരരെ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരനയച്ചിതു നാലു ദിക്കിങ്കലും 100,000 കവി വീരന്മാർ പോകണം ഓരോ ദിശി പട നായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവീതനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാധികം ദണ്ഡമാശു പൂജിക്കണം മേണാങ്കശേഖരൻ തന്നാണെ നിർണയം 4 കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്നെ അയച്ചിടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നിടിനാർ ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ രാമനാമാങ്കിത മാമംഗുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കിക്കപി സഞ്ജയം ലക്ഷവും വൃത്രാരി പുത്രതനയനും പുഷ്കര സംഭവ പുത്രനും നീലനും
പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപൂരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പുക്കു തിരയുമ്പോൾ ഘോര മൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായോരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശഖണ്ഡനെന്നോർത്തു കബീവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാൻ പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സ്മിതമാജി ഫോണിലാണ്. ഓക്കെ, ഹരേ കൃഷ്ണ, കണ്ടിന്യൂ ചെയ്തോളൂ മീരാജി. അന്ധകാരാരണ്യമാശൂപുക്കി. ഒരു മിനിറ്റ് മീരാജി, അതിന്റെ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ സുധീർ പ്രഭുവിന്? എന്റെ 244 ആണ്. 244. എന്റെ പഴയതാണ് 3 ആണ്. നെക്സ്റ്റ് സ്വയം പ്രഭാഗതി എന്നൊരു ടൈറ്റിൽ വരും. 244 സ്വയം പ്രഭാഗതി. എന്റെ അടുത്ത് ശ്ലോകം നമ്പരും ഇല്ല, പഴയ പുസ്തകമാണ്. ശ്ലോകം നമ്പർ ഉണ്ടോ സുമാജിയുടെ? അതിനകത്ത് ശ്ലോകം നമ്പർ ഉണ്ടോ? എത്രാമത്തെ ശ്ലോകം? എന്റെ ഇല്ല. പദ്യത്തില് സുമാജിക്കുണ്ടോ? ഇല്ല പ്രഭു, ഇല്ല, ശ്ലോക നമ്പർ ഇല്ല. എന്റെ സുധീർ പ്രഭു സ്വയം പ്രഭാഗതി എന്നാണ് അടുത്ത ടൈറ്റിൽ വരുന്നത്. കിഷ്കിന്ദ കാണ്ഡമാണ്. കിഷ്കിന്ദ കാണ്ഡത്തില് സീതാന്വേഷണം നമ്മൾ നേരത്തെ വായിച്ചു നമ്മള്. അതായത് സുഗ്രീവൻ മറന്നുപോയി. അങ്ങനെ സുഗ്രീവൻ അപ്പൊ ലക്ഷ്മണന്റെ പുറപ്പാടെന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ സുഗ്രീവനെ ദേഷ്യപ്പെടാനായിട്ട് പോവാ, പിടിച്ച് വലിച്ചെടുത്തോണ്ട് വരാനാ നമ്മൾ വായിച്ചു അത്. അങ്ങനെ സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ എത്തുന്നു. അപ്പം സുഗ്രീവൻ ക്ഷമാപണം പറഞ്ഞിട്ട് സുഗ്രീവൻ പറഞ്ഞിരിക്കുകയാണ് 14 പേര് എന്നോടുണ്ട്, എല്ലാ ദിക്കിലും പറഞ്ഞു വിടാൻ. അതിനകത്ത് തെക്കോട്ട് വലിയൊരാളിനെ വിടണം, അത് ഹനുമാനെയാണ് വിടുന്നത്. പിന്നെ പർവ്വതങ്ങൾ എടുത്തെറിയാനുള്ള ശക്തി വാനരന്മാർക്കുണ്ട്. ആനയൊക്കെ നിഷ്പ്രയാസം എടുത്തെറിയാനുള്ള ശക്തിയൊക്കെയാണ് പറയുന്നത്, ഇല്ലേ? അതല്ലേ നമ്മൾ വായിച്ചത്. അപ്പൊ അതിനകത്ത് ആ 14 പേരുടെ ആ എണ്ണവും പറഞ്ഞു കൊടുത്തു. സുമുഖൻ, രതിമുഖൻ, നിർമുഖൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ ചെല്ലുമ്പം അത് വലിയ രസമാണ്. കണ്ടില്ലേ സുഗ്രീവൻ എങ്ങനെയാണ് ശ്രീരാമചന്ദ്രനെ കാണുന്നു എന്നുള്ളത് കുടിക്കുന്നുണ്ട്. രാമൻ തിരുവടിയെ ചെന്നു കൺമതിൻ ആമോദമോടു നടന്നു കപീവരൻ. പിന്നെ എങ്ങനെയാണ് കാണുന്നത്? ശ്യാമം ജടാമകുടോ ഉജ്ജലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദു മുഖാംബുജം. വളരെ മന്ദസ്മിതമായിട്ട് ശ്രീരാമചന്ദ്രൻ നിൽക്കുകയാണ്, അല്ലേ? നമ്മൾ വായിച്ചത്. അപ്പം അത് വായിക്കുമ്പോൾ നമ്മളെ ശ്രീരാമചന്ദ്രന്റെ രൂപം നമ്മുടെ മനസ്സിന് അങ്ങോട്ട് പ്രതിഷ്ഠിക്കണം. പിന്നെ കാന്താവിരഹൻ, ഇപ്പം സീതാദേവിയെ വിരഹിച്ചിരിക്കുകയാണ്. കാന്താവിരഹൻ സന്തത്വം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം കാന്തം മുതാ കണ്ടുതുരാൻ കവിവരൻ തേരിൽ നിന്നാശൂതാഴത്തിറങ്ങിടിനാൻ. അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ ആ സീതാന്വേഷണ ഉദ്യോഗം വായിച്ചത്. അപ്പൊ അതില് പിന്നെ 14 ദിക്കിലോട്ട് പോകുന്നു. പിന്നെ ഹനുമാൻജിയെ വളരെ മെയിനായിട്ടുള്ള ദിക്കിലോട്ട് തെക്കോട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഇനി കാണുന്നത് പോകുന്ന വഴിക്ക് സ്വയംപ്രഭയെ കാണും. സ്വയംപ്രഭ ആരായിരുന്നാണ് പറഞ്ഞത്? ആരെന്നാണ് പറഞ്ഞിരുന്നത്? സ്വയംപ്രഭ വിശ്വകർമാവിന്റെ മകൾ ഹേമയുടെ തോഴി സ്വയംപ്രഭ. ആ സ്വയംപ്രഭയ്ക്ക് ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ വരുമ്പം ശ്രീരാമ ദർശനം കിട്ടി അനുഗ്രഹം ഉണ്ടാകുമെന്നൊരു വരം ഉണ്ടായിരുന്നു. അവിടെയാണ് സ്വയംപ്രഭയെ കാണുന്നു. സ്വയംപ്രഭ അപ്പം അടുത്തത് സ്വയംപ്രഭ കണ്ടിട്ട് സ്തുതിക്കുന്നതാണ് സ്വയംപ്രഭയെ. ഓക്കെ, വായിച്ചോളൂ മീരാജി, കണ്ടിന്യൂ ചെയ്യൂ. അതിനിടയ്ക്ക് സുധീർ പ്രഭുവിന് കിട്ടുന്നെങ്കിൽ പറയുക. ഓക്കെ, കിട്ടിയോ സുധീർ പ്രഭു? ഇല്ല, ഞാൻ നോക്കട്ടെ. ഓക്കെ, മീരാജി വായിച്ചോളൂ.
സ്വയം പ്രഭ അന്ധകാരാരണ്യമാശു പുക്കീടിനാനന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ഠതാലു പ്രദേശത്തോടു മർക്കട വീരരുണങ്ങി വരണ്ടോരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലി തൃണഗണ ചന്നമായോന്നതിയിലില്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികൾ ഊർധ്വദ്വേഷേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണ ജലഗണം മർക്കടന്മാരു മധു കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലമതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിൽ ഇറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരുട്ടുകൊണ്ടന്നേരം അന്യോനമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാരതീവദൂരം തത്ര കണ്ടിതു മുന്നിലമ്മാറതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. വാപികളുണ്ടു മണിമയവാരിയാലാ പൂർണകളായ ദീവ വിശദമായി പക്വബലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമ തുല്യമായി പീയൂഷ സാമ്യമതു ദ്രോണ സംയുത പേയഭക്ഷ്യാന സന്നിഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണി കാഞ്ചന വിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജഡാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാല സമാഭ കലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണി സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാർ. നിങ്ങളാരാകുന്നതെന്നു പറയണമിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമണിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമമായുണ്ടൊരു പുരി ഭൂതലേ തത്രൈവ വാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയാവനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലെ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകൂമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി. എന്നതിന്നഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായാരാഞ്ഞു സീതയെ കണ്ടുവരികെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണ ദിക്കിലന്വേഷിപ്പതിനൊരു ലക്ഷം കപീവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പൂക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞില്ല നേരെ അരുൾ ചെയ്ക വേണമതും ശുഭേ. ഹരേ രാമ ഹരേ രാമ. സ്മിതമാതാജി. യോഗിനി താനുമതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂല
ജാലങ്ങളൊക്കവേ ഭക്ഷിച്ച മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പുക്കുബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിത പൂർവ മഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൽ മുഗ്ധേതുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ ദിവ്യ സംവത്സരാണായും നാമതു ദിവ്യ സംവത്സരാണായുധായുധം ദിവ്യ സംവത്സരാണ മയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുര തത്സഖി ജ്ഞാനിഹ നാംനാ സ്വയം പ്രഭ സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തത്പര ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൽ സന്തതം നീ തപസ്സം ചെയ്തിരിക്കടോ ജന്തുക്കളത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനിസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമഭക്തിയെ കട്ടുകൊള്ളുമതിക്രൂരനായിടും ദശാനന കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻഗുഹാമന്ദിരെ ഹരേ രാമ. സുധീർ പ്രഭു. ഹരേഷം. ക്രൂരനായിട്ടും ദശാനന കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കു പ്രകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കൊണ്ടു വണങ്ങുക. നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്തിപാരേണ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗി ഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരം പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥിതി താടവി പൂക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവൻ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ പിന്നെ ഹേമ വിശ്വകർമാവിന്റെ മകൾ എന്നല്ലേ ഞാൻ പറഞ്ഞത്? അതെ, വിശ്വകർമാവിന്റെ മകള് ഹേമയുടെ തോഴി സ്വയംപ്രഭയോട് പറയുകയാണ്, നിനക്ക് മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ വരും. അപ്പം ശ്രീരാമചന്ദ്രൻ വരുന്നതിൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാദേവിയെ ഒരു അസുരൻ കട്ടുകൊണ്ട് പോകും, രാക്ഷസൻ. അത് പിന്നെ വാനരന്മാരാണ് അന്വേഷിക്കുന്നത്. ഇതെല്ലാം എഴുതി വെച്ച മാതിരി. അപ്പം വരുമ്പം ആ വാനരന്മാരെ എവിടെയാണ് നമ്മൾ ഭക്തി എന്നതിലുപരി ഭക്തിയുത സേവനമാണ് നമുക്ക് വേണ്ടത് ആക്ച്വലി. ഇന്നലെ ഇവിടെ ഗീത വായിച്ചത്, ഇന്നലത്തെ ശ്രീകൃഷ്ണ ഭാഗവും ശ്രീകൃഷ്ണ ജന്മവും ഒക്കെ ദശമസ്കന്ധം വായിക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണേണ്ടത് പരമോന്നതനായ ഭഗവാനെയാണ് പൂജിക്കേണ്ടത്. നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ പലയിടത്തായി രാമായണവും ഭാഗവതവും വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഇല്ലേ? ഇന്നലെ ആ ദശമസ്കന്ധം വായിച്ചപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അതിനകത്ത് ധ്യാന ശ്ലോകത്തിൽ വീണ്ടും പറഞ്ഞത് ഓർമ്മയുണ്ടോ? ധ്യാന ശ്ലോകത്തിൽ വായിച്ചപ്പം നമ്മൾ വായിച്ചത് സംസാര സാഗരീയ മഗ്നം ധീനം മാ കരുണാനിധി കർമ്മഗ്രാഹൃതാംഗം ബുദ്ധാർ ഭവാൻ നവാത്, അല്ലേ? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി
സ്വീകൃതോസി മയാനാഥ മുക്ത്യർത്ഥം പപസാഗരി മനോരഥോ മതിയോയം യം സർവദാ സവരസ്തയ. പിന്നെന്താ മാതാജി? സ്വീകൃതോസി മയാനാഥ മുക്ത്യർത്ഥം പപസാഗരെ മനോരഥോ മതിയോയം സർവദാ സവരസ്തയ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോ തവ കേശവ. അപ്പം നമ്മള് ഭക്തി എന്നതിലുപരി ഭഗവാന്റെ ദാസന്മാർ ഭക്തിയുത സേവനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആ ഭക്തിയുത സേവനം എങ്ങനെ ചെയ്യണം? ആദ്യം നമ്മൾ ഗുരുവിനെയും ഭഗവാന്റെ ഭക്തന്മാരെയും സേവിക്കണം. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാർ എന്ന് പറഞ്ഞത് ശ്രീരാമചന്ദ്രനെ പത്നി സീതാദേവിയെ സാക്ഷാൽ ലക്ഷ്മി ദേവിയെ അന്വേഷിക്കുവാനായിട്ട് വാനരന്മാര് വരും. ഭഗവാന്റെ ഭക്തന്മാരാണ്. ആ വാനരന്മാരെ നീ സേവിക്കണം. നിന്റെ ഗുഹാദ്വാരത്തിൽ വരുമ്പം നീ അവരെ വിളിച്ചു വരുത്തി സൽക്കരിക്കണം. അതാണ് ഭക്തിയുത സേവനം. അങ്ങനെ സൽക്കരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രന് സന്തോഷം വരികയും ശ്രീരാമചന്ദ്രൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് വിശ്വകർമാവിന്റെ മകൾ ഹേമയ്ക്ക് സ്വയംപ്രഭയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ അതുവരെ നമ്മൾ വായിച്ചു. അപ്പൊ ശ്രീരാമം സ്വയംപ്രഭ ആതിഥ്യമൊക്കെ ചെയ്തു. ആതിഥ്യ മര്യാദകളോടെ ഭക്തരെ സേവിച്ചിട്ട് വാനരന്മാരെയൊക്കെ സേവിച്ചിട്ട് കണ്ണടച്ചിരുന്ന് ശ്രീരാമദേവനെ മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ കണ്ടിട്ട് സ്വയംപ്രഭ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നതാണ് അടുത്ത ഭാഗത്തിലോട്ട് വരുന്നത്. അതും കൂടെ വായിക്കുമ്പോൾ നമ്മൾ 19-ാം ഭാഗം കംപ്ലീറ്റ് ആവും. മനസ്സിലായി? ഇത്രയും ഭാഗം നമ്മൾ വായിച്ചത് മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു മുൻകാലങ്ങളിൽ രാമായണം വായിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഒന്നുകൂടെ രാമായണമായിട്ടൊന്ന് അടുത്തു അല്ലേ? ശരിയല്ലേ പറഞ്ഞു? അപ്പം അടുത്ത പ്രാവശ്യം ഏത് ഭാഗമാണെന്ന് പറയുമ്പോഴേ ഉടനെ നമുക്ക് ചർച്ച ചെയ്യാം. നാളെ ഇതാ വായിക്കാൻ പോകുന്നത് കേട്ടോ, ഇന്ന കാര്യങ്ങളൊക്കെ. രാമായണം വായിക്കണ്ട, അതിനു മുമ്പ് തന്നെ നമുക്ക് പറയാം ഇന്ന ഭാഗമാണ് വായിക്കാൻ പോകുന്നത് പറയുമ്പോഴേ ഇന്ന കാര്യങ്ങളാണ് അവിടെ വരുന്നത്, ഇത്രയും ഭാഗങ്ങളുണ്ട്, ഇതാണ് കാര്യം, ഇതാണ് ദൗത്യം. അപ്പം അതിനകത്ത് ഇന്ന ഭാഗങ്ങൾ പിന്നെ വീണ്ടും നമുക്ക് അങ്ങോട്ടും ഭഗവത്ഗീതയായിട്ട് കണക്ട് ചെയ്യാം. ഭഗവത് കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു 10-12 മിനിറ്റ് സംസാരിക്കാനുള്ള ആ ഒരു ദൃഢത നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരികയും ചെയ്യും. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ ഭാഗം നമ്മൾ ഇവിടെ ഇങ്ങനെ രാമായണം കിഷ്കിന്ധാകാന്ഡം സ്വയംപ്രഭ ശ്രീരാമചന്ദ്രനെ കാണുന്നതോടുകൂടി നമ്മളിവിടെ പരിസമാപ്തമാകുന്നു. അടുത്ത് സ്തുതിയാണ്. അപ്പൊ നോക്കി, എല്ലായിടത്തും സ്തുതിയുണ്ട്. ഭാഗവത്തിനും സ്തുതി, പിന്നെ ഭഗവത്ഗീത എടുത്താലും സ്തുതി. അർജുനൻ ആദ്യമായിട്ട് സ്തുതിക്ക് എല്ലാം കഴിഞ്ഞിട്ട് വിശ്വരൂപ ദർശനം വന്നിട്ട് ആ വിശ്വരൂപ ദർശനത്തിന് മുമ്പായിട്ട് തന്നെ, അതായത് ചതുർശ്ലോകി ഭാഗവത്തില് ആ ചതുർശ്ലോകി ഭാഗവതം കഴിയുമ്പം ആ ഭാഗവത്ഗീത കഴിഞ്ഞിട്ട് ആ 4 ശ്ലോകങ്ങൾ അഹം സർവസ്യ പ്രഭു, പിന്നെ അടുത്ത ശ്ലോകം എന്താ മാതാജി? അഹം സർവസ്യ പ്രഭു മത്തക സർവം പ്രവർത്തതി ഇതിമത്വ ഭജന്തേ മുമുദാഭാവ സമന്വിതാഹ. അടുത്ത ശ്ലോകം മച്ചിത്ത അല്ലേ? മച്ചിത്ത മദ്ദ പ്രാണ ബോധയന്ത പരസ്പരം കഥയന്ത ചമാം നിത്യം ദുഷന്തി രമന്തിജ. പിന്നെ തേഷാം സതതയുക്താനാം ഭജതപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേനമാം ഉപയാന്തിതെ. പിന്നെ വീണ്ടും തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസുത എന്ന് 4 ശ്ലോകങ്ങൾ. അതാണ് ചതുശ്ലോകി ഭഗവത്ഗീത. അത് കഴിഞ്ഞിട്ട് ഒരു അർജുനന്റെ റിയലൈസേഷൻ ഉണ്ട് ആ ചതുശ്ലോകം വായിച്ചിട്ട്. അത് ഒരു മിനിറ്റ്. അർജുനൻ പറയാണ്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്താമൃഷയ സർവേ ദേവർഷിനാരദസ്തത അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമി. അർജുനൻ പറഞ്ഞു, അങ്ങ് പരമ ദിവ്യോത്തമ പുരുഷനാണ്, പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷതത്വവും ഭവാൻ തന്നെ, സനാതനനും ഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദനും അസിതൻ ദേവലൻ വ്യാസൻ മുതലായ എല്ലാ ഋഷികളും ഊന്നിപ്പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമാക്കുകയും പറയുകയും ചെയ്യും. അതായത് അർജുനൻ അവിടെ സ്തുതിക്കുന്നു. അപ്പൊ ഇതും കൂടെ പറയും വളരെ മനോഹരമാകും. അപ്പൊ ഈ സ്തുതികള് വളരെ പ്രധാനമാണ്. ഭഗവാനെ കണ്ടിട്ട് അങ്ങ് സ്തുതിക്കണം. അത് രാമായണത്തിലും പിന്നെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്തുതി. ഹരേ കൃഷ്ണ. പറയൂ സുമാജി, പറഞ്ഞോളൂ. ഇന്ന് സുമാജി ആദ്യം പറയും, സ്മിതമാതാജി അല്ല. സ്തുതി എല്ലായിടത്തും ഞാൻ പറഞ്ഞത് രാമായണത്തിലും ഭാഗത്തിലും.
എന്തോ അതന്നെ പ്രത്യേകിച്ചൊന്നുമില്ല പ്രഭു. എല്ലാം മനസ്സിലാക്കി നന്നായി ഒന്നുകൂടി രാമായണമായിട്ട് അടുത്ത് വരുന്നു അത്ര ഒരു മാത്രം. അടുത്ത് വരുന്നല്ലേ. എനിക്ക് എന്റെ കാര്യം ഞാൻ അത് തന്നെയാ പറയുന്നത്. കഴിഞ്ഞ ഞാനും വളരെ ഡിസ്റ്റൻസ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നുകൂടി അതൊക്കെ ഒന്നുകൂടെ ക്ലാസ് വെനസ്ഡേ വെച്ചത് നന്നായില്ലേ ശരിക്കും പേര്. രാമായണത്തിന്റെ ഒരു പൊരുള് ഇന്ന് പിന്നെ സത്യത്തില് രാമായണത്തിന് വലിയ ഇമ്പോർട്ടൻറ്റ് ഞാനും കൊടുക്കുന്നില്ലായിരുന്നു കേട്ടോ. വായിക്കുമ്പോൾ അതന്നെ. കൂടെ പോയിട്ടുള്ളതാ. രാമായണം ത്രേതായുഗത്തിലെ അല്ലേ, ദ്വാപരയുഗത്തില് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വന്നില്ലേ, പിന്നെന്താണ്. പക്ഷേ ഈ രാമായണം വായിക്കുമ്പോൾ ഈ യുഗത്തിലും അതിന് വലിയൊരു പ്രസക്തിയാണുള്ളത്. ഹരേ കൃഷ്ണ. ഇനി സ്മിതമാതായിലോട്ട് വരാം, പറഞ്ഞു. ഒന്നുമില്ല പ്രഭു. എങ്കിലും എന്തെങ്കിലും കണക്ക് ഇല്ല പ്രഭു, എന്റെ മനസ്സിൽ ഒന്നുമില്ല. എന്നാലും ഈ എന്തെങ്കിലും ആഴ്ച ഭയങ്കര ശ്രുതിയുടെ ഭാഗം. ഓട്ടത്തിലായിരുന്നു. അതെ. മാതാജി ഭയങ്കര ബിസിയാണ് അല്ലേ? ഇപ്പൊ ഫോണും വന്നു, ക്ലാസ് കുറച്ച് ബങ്ക് ചെയ്തു. എന്താ പറയാ, ക്ലാസ്സുകള് ഇപ്പൊ